ദിവസവും രാവിലെ ജോലിക്ക് പോകുന്ന സമയത്ത് പോയ പോലെ തന്നെ തിരിച്ചു വരുമെന്ന് നമുക്ക് ആർക്കെങ്കിലും ഉറപ്പുണ്ടോ? എന്നാൽ എല്ലാവരും ഒരേപോലെ തന്നെയാണ് മനസ്സിൽ കണക്ക് കൂട്ടുന്നത്. ഞാൻ രാവിലെ ജോലിക്ക് പോകുന്നു, എൻ്റെ ജോലി ചെയ്യുന്നു, കൃത്യമായും സുരക്ഷിതമായും എനിക്ക് പോകേണ്ട വഴികൾ എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ പോകുന്നു, അതുപോലെ തന്നെ സുരക്ഷിതമായി എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വരുന്നു, എൻ്റെ ഉറ്റവരെ കാണുന്നു, അവരോടൊപ്പം സന്തോഷമായിരിക്കുന്നു. ഇങ്ങനെയായിരിക്കും ഓരോ മനുഷ്യനും നേരം വെളുക്കുമ്പോൾ മാനസികമായും അതല്ലെങ്കിൽ ശാരീരികമായും തയ്യാറെടുക്കുന്നത്. ബസ്സിലോ ട്രെയിനിലോ അതല്ലെങ്കിൽ നമ്മൾ സഞ്ചരിക്കുന്ന ഏത് മാധ്യമത്തിലാണെങ്കിലും നമ്മൾ സുരക്ഷിതമായി തിരിച്ചെത്തുന്നു. അതല്ലെങ്കിൽ നമ്മൾ 100-ലധികം അപരിചിതരായ ആളുകളെ കാണുമ്പോൾ തൊട്ടടുത്ത 5 നിമിഷത്തിനുള്ളിൽ ഈ കൂട്ടത്തിൽ ഒരാൾ നിങ്ങളുടെ ജീവൻ എടുക്കുവാൻ പോവുകയാണ് എന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കില്ല. നമ്മൾക്കാർക്കും അങ്ങനെ ചിന്തിക്കാനോ കണ്ടെത്താനുള്ള സെൻസുമില്ല. എന്നാൽ വെറും ഒരു ട്രെയിനിന്റെ വാതിലടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട സംശയം ഒരു 22 വയസ്സുകാരനായ ഒരു ചുള്ളൻ ചെറുപ്പക്കാരനെ ജീവനെടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നിങ്ങൾ വിശ്വസിക്കണം, ഇത് മുംബൈയിലെ ഒരു ലോക്കൽ ട്രെയിനിൽ നടന്ന യഥാർത്ഥ സംഭവമാണ്. അതും നൂറ്റാണ്ടുകൾക്ക് മുൻപല്ല, ഈ തൊട്ടടുത്ത ദിവസം. ഇത് ഏതെങ്കിലും സിനിമയിൽ നടന്ന ഒരു ക്ലൈമാക്സ് സീനാണ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഇത് കൃത്യം ജൂൺ 23 രാത്രി മുംബൈയിലെ ഒരു ലോക്കൽ ട്രെയിനിൽ നടന്ന ഒരു യഥാർത്ഥ സംഭവമാണ്. ഈ സംഭവം നടന്ന് കൃത്യം 15 മണിക്കൂറുകൾക്കുള്ളിൽ പ്രതിയായ ആ ക്രൂര കൊലപാതകിയെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നതും മുംബൈ പോലീസിന് അഭിമാനകരമായ ഒരു തൂവലാണ്. ആ ഇൻവെസ്റ്റിഗേഷന്റെ ചുരുളടിയിക്കാൻ നമുക്കതിലേക്കൊരു യാത്ര ചെയ്യാം. മുംബൈ നഗരം ഒരിക്കലും ഉറങ്ങാത്ത നഗരം. 100-ലധികം ലക്ഷത്തിലധികം കോടിയിലധികം ആളുകൾ തന്റെ സ്വപ്നങ്ങൾ നിറവേറ്റുന്നത് വേണ്ടി രാപ്പകലില്ലാതെ നെട്ടോട്ടം ഓടുന്ന നഗരം. ഈ നഗരത്തിന്റെ നെടുംതൂണ് എന്ന് പറയുന്നത് അവിടുത്തെ ലോക്കൽ ട്രെയിനുകളാണ്. ഏകദേശം 70 ലക്ഷത്തിലധികം ജനങ്ങൾ അവിടുത്തെ ലോക്കൽ ട്രെയിനുകളെയാണ് തങ്ങളുടെ ജീവോപാധി കണ്ടെത്തുന്നതിന് വേണ്ടി ആശ്രയിക്കുന്നത്. ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങളുള്ള, തന്റെ ജീവിതം വളരെ മനോഹരമായി കെട്ടിപ്പടുക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്ന, അതല്ലെങ്കിൽ കഠിനമായി ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു 22-കാരനായ മായങ്ക് ലോഹർ. മഴയുടെ തണുപ്പും അതുപോലെ ജോലിയുടെ ക്ഷീണവും മായങ്കിന്റെ മുഖത്ത് തെളിഞ്ഞു കാണാമായിരുന്നു. പ്ലാറ്റ്ഫോമിലേക്ക് ഇരിച്ചെത്തിയ ട്രെയിനിലേക്ക് മായങ്ക് ലോഹർ ചാടിക്കയറി. ശക്തമായി പുറത്ത് മഴ പെയ്യുന്നുണ്ടായിരുന്നു. അത് വളരെ തിരക്കുള്ള ഒരു കോച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത സ്റ്റേഷൻ ലക്ഷ്യമാക്കി ആ ട്രെയിൻ വളരെ വേഗതയിൽ പാഞ്ഞു തുടങ്ങി. ട്രെയിനിന്റെ വേഗത വളരെയധികം കൂടിയതോടുകൂടി പുറമെ ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ശക്തമായ കാറ്റും വെള്ളവും ഉള്ളിലേക്ക് ആഞ്ഞടിക്കാൻ തുടങ്ങി. തുടർന്ന് ഇരിക്കാൻ സീറ്റിലായിരുന്ന വളരെ തിരക്കുണ്ടായിരുന്ന ആ കമ്പാർട്ട്മെന്റിലെ യാത്രക്കാരെല്ലാം ഒരുപോലെ നനയാനും കാറ്റടിച്ച് വളരെയധികം ബുദ്ധിമുട്ടാനും തുടങ്ങി. ഈ സാഹചര്യത്തിൽ മായങ്ക് ലോഹർ അടുത്തു വന്ന് ആ കമ്പാർട്ട്മെന്റിന്റെ ഡോർ ലോക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ ആ വാതിലിന് തൊട്ടടുത്ത് നിന്നിരുന്ന റോഷൻ എന്ന് പറയുന്ന 30-കാരന് ഈ പ്രവൃത്തി ഇഷ്ടമായില്ല. ഇവിടെ കഥയിലെ ഒരു പ്രധാന ഭാഗമാണ്. ശ്രദ്ധിക്കുക, മായങ്ക് ലോഹറും റോഷനും തമ്മിൽ ഒരു ശക്തമായ വാക്ക് തർക്കത്തിലേക്കാണ് കഥ നമ്മളെ കൊണ്ടുപോകുന്നത്. ബായ്, മഴയുള്ള സമയത്ത് വാതിലിങ്ങനെ തുറന്നിട്ട് കഴിഞ്ഞാൽ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടല്ലേ? ഞങ്ങളടക്കമുള്ള സകലമാന ആളുകളും ഇവിടെ നനയുന്നു. മായങ്ക് ലോഹർ റോഷനോട് വളരെ സൗമ്യമായി പറഞ്ഞു. എന്നാൽ വളരെ പരുഷമായ മറുപടിയായിരുന്നു റോഷന്റെ ഭാഗത്ത് നിന്ന് വന്നത്. റോഷൻ മായങ്കിനെ നോക്കി ശക്തമായി പറഞ്ഞു, ഞാനിവിടെ നിൽക്കുകയാണ്, ഈ വാതിലടയ്ക്കാൻ സാധിക്കില്ല. വെറും 5 സെക്കൻഡ് കൊണ്ട് ഒരു സോറി പറഞ്ഞ് ഒഴിവാക്കേണ്ട കേസിനെയാണ് വളരെ വികലമായ രീതിയിൽ റോഷൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇവിടെ കൈകാര്യം ചെയ്തത്. ഇതിന്റെ പിന്നിൽ പച്ചയായ ഈഗോ മാത്രമാണ്. ഒരു സോറി പറഞ്ഞുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്നാൽ ഒരു പക്ഷേ താൻ പറയുന്നത് മറ്റൊരാൾ കേൾക്കുന്നില്ല എന്ന പച്ചയായ ഈഗോ ഇവിടെ റോഷന്റെ മൈൻഡിൽ ഒരു ക്രിമിനൽ ഭാവത്തിന് ട്രിഗർ ചെയ്യുകയാണ്. സംസാരം പതുക്കെ പതുക്കെ ഉച്ചത്തിലായി അസഭ്യവർഷമായി മാറി. ട്രെയിൻ 2 സ്റ്റേഷനുകൾക്കിടയിലൂടെ തുരങ്കപാതയിലൂടെ ശക്തമായി പാഞ്ഞുകൊണ്ടിരുന്നു. വാക്കുതർക്കം ശക്തമായി മാറുന്നു, കയ്യാങ്കളിയിലേക്ക് മാറുന്നു. ഈ സാഹചര്യത്തിൽ അവിടെ കണ്ടുനിന്ന ആളുകൾ അവരെ പരസ്പരം പിടിച്ചു മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവർ പിന്മാറുന്നില്ല. ശക്തമായ വാക്കുതർക്കങ്ങൾക്കിടയിൽ 2 പേരും പരസ്പരം കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നു. ഈ സാഹചര്യത്തിൽ എല്ലാവരും നോക്കി നിൽക്കെ റോഷൻ തന്റെ പാന്റിന്റെ പോക്കറ്റിൽ നിന്നും ചുവന്ന പിടിയുള്ള ഒരു കത്തി പുറത്തെടുക്കുകയാണ്. ആ ഇരുണ്ട വെളിച്ചത്തിൽ ആ കത്തി വികലമായി മിന്നിക്കൊണ്ടിരുന്നു. ആ സാഹചര്യത്തിൽ കണ്ടുനിന്ന ആളുകൾക്ക് വേണ്ട മോനെ എന്ന് പറയാൻ പോലും പറ്റാത്ത സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ ആ കത്തി ശക്തമായി ഉയർന്നുകൊണ്ട് മായന്റെ നെഞ്ചിലേക്ക് ഉയർന്നു താണു. യാതൊരു പ്രതിരോധത്തിനും സമയം കിട്ടാതെ മായങ്ക് എന്ന ചെറുപ്പക്കാരൻ ഉറക്കെ നിലവിളിച്ചു. ഈ സമയത്ത് 1-ലധികം തവണ റോഷൻ എന്ന് പറയുന്ന ക്രൂരനായ കൊലപാതകി തന്റെ കത്തി കൊണ്ട് മായന്റെ നെഞ്ചിലേക്ക് ശക്തമായി കുത്തിയിറക്കി. 1 അല്ല 4 5 തവണ. ഈ സമയത്ത് അരുതേ, ചെയ്യരുതേ എന്ന് ഉറക്കെ ആളുകൾ പരസ്പരം നിലവിളിക്കുന്നുണ്ടെങ്കിലും ആ ശക്തമായ മഴയിലും കാറ്റത്തിലും ആ ശബ്ദങ്ങളെല്ലാം മുങ്ങിപ്പോയി. ഓടുന്ന തടവരയ്ക്കുള്ളിൽ ഒരു മനുഷ്യൻ ജീവന് വേണ്ടി പിടയുന്ന ഭയാനകമായ കാഴ്ച.
തൊട്ടടുത്ത സ്റ്റേഷൻ എത്താറായപ്പോൾ ട്രെയിനിന്റെ വേഗത പതുക്കെ കുറഞ്ഞു. ആളുകൾ വണ്ടി നിർത്തിയോടുകൂടി പുറത്തിറങ്ങാൻ തയ്യാറായി. ഈ സമയത്ത് പുറത്ത് ശക്തമായ മഴയും കാറ്റുമായിരുന്നു. ആളുകൾ ഇറങ്ങുന്ന കൂട്ടത്തിലേക്ക് റോഷനും ചാടിയിറങ്ങി. പുറത്ത് പെയ്യുന്ന ശക്തമായ മഴത്തുള്ളികൾക്കിടയിലൂടെ ഒരു മഴത്തുള്ളിയെ പോലെ അയാളും അലിഞ്ഞില്ലാതായി. ട്രെയിൻ നിന്നയുടനെ പോലീസും RPF-ഉം GRPയും ചേർന്നുകൊണ്ട് അവനെ തൊട്ടടുത്ത ആശുപത്രിയിലേക്ക് എത്തിച്ചു. അദ്ദേഹത്തിന്റെ കണ്ടീഷൻ വളരെ മോശമായിരുന്നു. ആശുപത്രിയിൽ ഡോക്ടർമാർ പരിശോധിച്ച ഉടനെ അവരോട് പറഞ്ഞു, ഹീസ് ബ്രോട്ട് ഡെഡ്, അഥവാ സ്പോട്ട് ഡെഡ്. മഴയത്ത് തന്റെയും തന്റെ കൂടെയുള്ള ആളുകളുടെയും വസ്ത്രം നനയാതിരിക്കാൻ വേണ്ടി ഒരു വാതിലടയ്ക്കാൻ ശ്രമിച്ച ഒരു ചെറുപ്പക്കാരനായ പയ്യൻ ഇന്ന് ഈ ഭൂമിയിലില്ല. അയാൾ എന്നേക്കുമായി ഈ ഭൂമിയിൽ നിന്ന് വിടവാങ്ങിയിരിക്കുന്നു എന്ന് പറയുന്ന നഗ്നമായ സത്യം ലോകം മുഴുവൻ അംഗീകരിച്ചു. മുംബൈ നഗരം നിദ്രയിലേക്കാണ്ടു. പക്ഷേ ഒരു അമ്മയുടെ കാത്തിരിപ്പിന്റെ അവസാനമായിരുന്നു അത്. പിറ്റേന്ന്, അഥവാ ജൂൺ 24-ന് മഴയെല്ലാം അവസാനിച്ചു. മുംബൈ നഗരം ഉണർന്നെണീറ്റത് ഈ ക്രൂരമായ കൊലപാതകത്തിന്റെ കഥ കേട്ടുകൊണ്ടാണ്. പക്ഷേ ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ബാലികേറ മല പോലെ ഒരു വലിയ കടമ്പയായിരുന്നു പോലീസിന്. അതിന് ശക്തമായ 3 കാരണങ്ങളുണ്ടായിരുന്നു. അതിലൊന്ന് ആ ശക്തമായ മഴയായിരുന്നു. പോലീസ് നായക്ക് മണം പിടിച്ചു പോകാൻ കഴിയില്ല. മഴത്തുള്ളികൾ വീണ് പ്ലാറ്റ്ഫോമിന് മുകളിലുള്ള സകലമാന CCTV ക്യാമറകളും മങ്ങിയിരുന്നു. മാത്രമല്ല, ഒരുവിധം ആളുകളെല്ലാം മഴക്കോട്ട് ധരിച്ച് മുഖം വികലമായ രീതിയിൽ തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലായിരുന്നു യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. മുംബൈ പോലീസ് അവരുടെ മാസ്റ്റർ ബ്രെയിൻ യൂസ് ചെയ്യാൻ തീരുമാനിച്ചു. അവിടുത്തെ ക്യാമറകൾ ശക്തമായും സൂക്ഷ്മമായും ഒരിക്കൽ കൂടി പരിശോധിക്കാൻ തീരുമാനിച്ചു. സൈബർ വിങ്ങിന്റെ സഹായത്തോടു കൂടി ആ മഴയിൽ ശക്തമായി ട്രെയിൻ നിർത്തുന്ന സമയത്ത് ഓടിമറഞ്ഞ വിദ്വാന്റെ രൂപം ഒരിക്കൽ അവർക്ക് ഒരു ക്യാമറയിൽ കിട്ടി. ആ ദൃശ്യത്തിലെ പുരുഷന്റെ ട്രാക്ക് അവർ മുംബൈ പോലീസിന്റെ സഹായത്തോടു കൂടി ഇടവഴികളിലൂടെ ഫോളോ ചെയ്തെടുത്തു. മാത്രമല്ല, അയാൾ സഞ്ചരിച്ച മുഴുവൻ വഴികളിലെ CCTV ദൃശ്യങ്ങളും അതുപോലെ മൊബൈൽ ടവറുകളും കൃത്യമായി അനലൈസ് ചെയ്തു. കൃത്യം നടന്ന രാത്രി കഴിഞ്ഞ് മണിക്കൂറുകൾ കഴിഞ്ഞു. 5 മണിക്കൂർ, 10 മണിക്കൂർ, 12 മണിക്കൂർ, ഇങ്ങനെ സമയം കടന്നു പോയിക്കൊണ്ടേയിരുന്നു. കൃത്യം 15-ാമത്തെ മണിക്കൂറിൽ മുംബൈയിലെ ഒരു തെരുവിൽ വെച്ച് ആർക്കും കണ്ടെത്താൻ കഴിയാതെ അവൻ ഒളിച്ചിരുന്ന കേന്ദ്രത്തിൽ വെച്ച് റോഷൻ എന്ന് പറയുന്ന 30-കാരനായ കൊലയാളിയെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു. കൊലപാതകം നടന്ന 15 മണിക്കൂറുകൾക്ക് ക്രൈംബ്രാഞ്ച് പ്രതിയെ അറസ്റ്റ് ചെയ്തു. പക്ഷേ അവിടെ ബാക്കിയായത് എന്തായിരുന്നു? സുഹൃത്തുക്കളെ, റോഷൻ അറസ്റ്റിലായി, മായങ്ക് മണ്ണിനടിയിലും. ഇവിടെ ഈ ഒരു കേസിന് ആധാരമായിട്ടുള്ള കാര്യം എന്താണെന്ന് മനഃശാസ്ത്രപരമായി നമുക്കൊന്ന് നോക്കാം. അർബൻ റേജ്, അഥവാ നഗരങ്ങളിലെ അനിയന്ത്രിതമായ രോഷം. ഇന്നത്തെ കാലത്ത് നമുക്ക് ചുറ്റുമുള്ള മനുഷ്യർ കൃത്യമല്ലാത്ത ഭക്ഷണ രീതിയും അതേപോലെ തന്നെ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഫ്രസ്ട്രേഷനെ തുടങ്ങി സകലമാന പ്രശ്നമുള്ള ആളുകളാണ്. അവർക്ക് പൊട്ടിത്തെറിക്കാൻ വളരെ വലിയ കാരണങ്ങളൊന്നും ആവശ്യമില്ല. ഒരു ക്ലിക്കിൽ ടൈമിലൂടെ, അതല്ലെങ്കിൽ ഒരു സെക്കൻഡ് ടൈം മതി അവർക്ക് ഫ്രസ്ട്രേറ്റഡ് ആവാനും പൊട്ടിത്തെറിക്കാനും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നമ്മുടെ റോഡിൽ നടക്കുന്ന പല വഴക്കുകളും ഒരു ഹോണടിയുടെ പേരിലോ അതല്ലെങ്കിൽ ഒന്ന് സൈഡ് കൊടുക്കാത്തതിന്റെ പേരിലോ ആണ്. ഇത് ഒന്ന് മനസ്സിരിച്ച് ചിന്തിച്ചാൽ വലിയ ഒരു പ്രശ്നമല്ല. പക്ഷേ നമ്മൾ നമ്മുടെ സാഹചര്യത്തിലൂടെ പെട്ടെന്ന് വളരെയധികം ഫ്രസ്ട്രേറ്റഡ് ആവുന്നു, അതല്ലെങ്കിൽ പൊട്ടിത്തെറിച്ചു പോകുന്നു എന്നുള്ളതാണ് മാനസികമായ അതല്ലെങ്കിൽ സൈക്കോളജിക്കലി ഉള്ള യാഥാർത്ഥ്യം. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന എൻ്റെ ഓരോ സുഹൃത്തുക്കളോടും എനിക്ക് പറയാനുള്ളത്, നഗരങ്ങളിൽ അതല്ലെങ്കിൽ മറ്റുള്ള പ്രാന്തപ്രദേശങ്ങളിൽ ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് തർക്കം വെക്കാൻ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ വിട്ടുകൊടുക്കാൻ ഓർക്കുക. അവർക്ക് ആ ഈഗോയുടെ വിജയം വിട്ടു നൽകുക. കാരണം നിങ്ങളുടെ ഈഗോ വിജയിക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് വലുതായിരിക്കേണ്ടത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളെ കാത്തിരിക്കുന്നവരെയാണ്. ഈ കേസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും കമന്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ നല്ലൊരു കണ്ടന്റുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.